ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഞ്ചി കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഞ്ചി കൃഷി ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാം. ഇതിനായിട്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇഞ്ചി തന്നെ നോക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടായ ഇഞ്ചി തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചി ആയാലും നട്ടുപിടിപ്പിക്കാം. കേടൊന്നുമില്ലാത്ത നല്ല ഇഞ്ചി തന്നെ ആയിരിക്കണം വിത്തിന് എടുക്കേണ്ടത്. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ പറയാറ്. അപ്പോൾ ഇനി ഇഞ്ചി എങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി നടാനായിട്ട് ആദ്യം മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കണം. അപ്പോൾ ഞാനിവിടെ മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കി വാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി കൃഷിക്ക് വെയിലൊന്നും വേണമെന്നില്ല. മരങ്ങളുടെ ചുവട്ടിലും തണലുള്ള സ്ഥലത്തൊക്കെ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. ഇഞ്ചി നടാനായി വാരത്തിൽ ചെറിയ ചെറിയ കുഴികൾ എടുക്കണം. ഞാനിവിടെ ഒരു വാരത്തിൽ 3 നിരയായിട്ടാണ് കുഴികൾ എടുക്കുന്നത്. വലിയ വാരമാണ് എടുക്കുന്നതെങ്കിൽ 4 നിരയായിട്ടും നടാവുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലും ഇഞ്ചി നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ നടുന്നതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കുഴികളിലും വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനായി നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവളം ആയാലും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ ഏതായാലും ഇടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാരം, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് 3 കൂടി ആണ് എടുത്തിരിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് കീടശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പം ഞാനിവിടെ എല്ലാ കുഴികളിലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലും ഈ വളം മണ്ണുമായിട്ട് നന്നായിട്ട് കൊത്തി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കൊത്തി ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി നട്ടു കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത മണ്ണിൽ ചെറിയൊരു കുഴി എടുക്കുക. അതിന് ശേഷം ഓരോ ഇഞ്ചി കഷ്ണങ്ങളായിട്ട് നട്ടു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇഞ്ചിയും ഞാൻ ഇവിടെ നട്ടു വച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഇഞ്ചി നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ ഇഞ്ചിയും നട്ടു വച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കരിയില ആവശ്യമുണ്ട്. ഇഞ്ചി നട്ടുവെച്ച ഈ വാരത്തിന് മുകളിലായിട്ട് നിറയെ കരിയില വിതറി കൊടുക്കുക. നിറച്ച് ഇട്ട് കൊടുക്കുക. ഈ കാണുന്ന പോലെ ഇടാം. കരിയിലയുടെ മുകളിലായിട്ട് ഓല കൊണ്ട് മൂടി വയ്ക്കാം. ഇങ്ങനെ ഓല വയ്ക്കുന്നത് കാറ്റത്ത് കരിയില പറന്നു പോകാതിരിക്കാനും കോഴിയൊന്നും ചിക്കി മാന്തി കളയാതിരിക്കാനും വേണ്ടിയാണ്. അടുത്തതായിട്ട് ഗ്രോ ബാഗിൽ ഇഞ്ചി എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല, ചാക്കായാലും മതി. ഇതിനായിട്ട് ഗ്രോ ബാഗിൽ ആദ്യം നിറയ്ക്കുന്നത് കരിയിലയാണ്. ഒരു പകുതി ഭാഗം കരിയില ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളം മിക്സ് ചെയ്ത മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇഞ്ചി വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ 3 ഇഞ്ചിയുടെ പീസാണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇഞ്ചി നട്ടു വച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നിറയെ കരിയില ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി നടാനായിട്ട് മണ്ണ് വളരെ കുറവ് ആവശ്യമുള്ളൂ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിറയെ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇഞ്ചി നടുന്ന രീതി ഇത്രേ ഉള്ളൂ. ഇനി ഇത് മുളച്ച് വന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.